ഈ വീഡിയോയുടെ പുറകിലുള്ള കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ ടൈമിൽ പിള്ളേർ വീട്ടിൽ എങ്ങനെയാണ് പാരൻസിൻ്റെ കൂടെ ഇരിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ ഞാൻ രാവിലെ ഒരു 5 മണിയാകുമ്പോൾ എണീക്കും. 5 മണിക്ക് നമ്മൾ എഴുന്നേക്കണം. നമ്മുടെ ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ 5 മണിക്ക് എഴുന്നേറ്റ് 10 മണിക്ക് മുന്നേ ഉറങ്ങണം, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ എൻ്റെ ഡെയിലി റുട്ടീൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 5 മണിയാകുമ്പോൾ എണീക്കും. എണീച്ചിട്ട് ഫ്രഷ് ഒക്കെ ആയിട്ട് മിറ്റം തൂക്കും. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം എന്നിട്ട് എല്ലാം ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് രാവിലെ ഫസ്റ്റ് കോഫി ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന എൻ്റെ ഡ്യൂട്ടിയാണ്. മമ്മിക്ക് റെസ്റ്റാണ്, ഞാനാണ് എല്ലാം ചെയ്യുന്നത്. എന്താ ചിരിക്കുന്ന? എന്താ വേറല്ലേ പുണ്ണാക്കല്ലേ എന്ന് വിചാരിക്കും തോറും തലേ കയറി ഒന്ന് പൊറോട്ട അടിക്കുക. തോന്നിവാസം അല്ലാതെന്താ. പപ്പ വരുമ്പോ ഒരു 9 മണിയാവും. അപ്പൊ മീനൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ആ മീൻ വാങ്ങി ക്ലീൻ ചെയ്യുന്ന ഡ്യൂട്ടി അല്ല. ഇപ്പൊ വെക്കേഷൻ ടൈം ഉണ്ട്, പൊതുവെ വീട്ടിലുള്ള എല്ലാ ജോലികളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അത് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ എടുക്കുക. അപ്പൊ അതുപോലെ വേണം ഈ വീഡിയോ കണ്ടിട്ടുള്ള കുട്ടികളും ചെയ്യാൻ, അല്ലേ? അപ്പേ ഞാൻ രാവിലെ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഫസ്റ്റ് കോഫി അച്ഛൻ തന്നെ കൊടുക്കുന്നത്, അല്ലേ? അല്ലേ അപ്പേ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. എന്താ ചിരിക്കുന്നേ? ദിനേശ്, എന്തോ നീ എന്താണ് പറയുന്നതെന്ന് നീ അറിയുന്നില്ല. മീനൊക്കെ ഞാൻ നന്നായിട്ട് വൃത്തിയാക്കും, അല്ലേ അപ്പേ? പിന്നെ മിറ്റൊക്കെ തൂത്തുവരും. എൻ്റെ ജനുവൻ ഉള്ള ആൻസേഴ്സ് നിങ്ങളുടെ പാരൻസിൽ നിന്ന് കിട്ടിയില്ല. നിങ്ങൾ കേട്ടില്ല ജനുവനായിട്ടുള്ള ആൻസർ, അല്ലേ അപ്പേ? പിന്നെ എന്തൊക്കെ ഞാൻ ചെയ്യും, വേറെ എന്തൊക്കെയാ? അതൊക്കെ ഒന്ന് പറ. ഞാൻ തന്നെ എല്ലാം പറയുമ്പോ അവര് വിചാരിക്കും ഞാൻ കള്ളം പറയുന്നത്. ചെടിക്കെല്ലാം വെള്ളം കോരും, രാവിലെ വൈകിട്ടും എല്ലാം മിറ്റം തൂക്കും, വിളക്ക് കത്തിക്കും, എല്ലാം തൂത്തുവാരി തുടയ്ക്കും, ഫാനെല്ലാം വൃത്തിയാക്കും, റൂമെല്ലാം കഥയും ചെല്ലും എല്ലാം തുടച്ച് വൃത്തിയാക്കും. എന്റെ വീട്ടുകാർ എത്രമാത്രം അഭിനയിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാവില്ല.